പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ സമീപകാലത്ത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രയേൽ നടത്തിയെന്ന് കരുതുന്ന ആക്രമണങ്ങളും അതിനോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളും ഈ മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇസ്രയേലിനെ ഒരു നിയമപരമായ രാജ്യമായി അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിക്കുകയും പലസ്തീൻ വിഷയത്തിൽ പലസ്തീനുകളെ പിന്തുണയ്ക്കുകയും ചെയ്തു. മറുവശത്ത് ഇസ്രയേൽ ഇറാനെ ഒരു പ്രാദേശിക ഭീഷണിയായി കണക്കാക്കുന്നു. പ്രത്യേകിച്ചും ഇറാനിയൻ ആണവ പദ്ധതികളെയും ലബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയെയും ഇസ്രയേൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സിറിയയിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ പലപ്പോഴും ഇറാനിയൻ സൈനിക താവളങ്ങളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ ഈ സംഘർഷങ്ങളുടെ എല്ലാം ഒരു സ്വാഭാവിക പരിണാമം എന്നോണമാണ് ഇറാനിലെ അധിനിവേശ ശ്രമങ്ങൾ അരങ്ങേറിയത്. ഇറാനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ആഗ്രഹിക്കുന്ന ഈ രാജ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ തുടങ്ങിയ പ്രമുഖ അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ ഇടപെടലിനെ വിമർശിക്കുകയും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ലക്ഷ്യമിടുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക വ്യക്തമാക്കിയുണ്ടായി. സംയമനം പാലിക്കാനും ആശങ്കകൾ കുറയ്ക്കാനും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും രാഷ്ട്രീയപരമായ ഒരു പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമൂഹം ഇടപെടാനും സൗദി അഭ്യർത്ഥിച്ചു. എണ്ണ ഉൽപാദനത്തിന്റെ കേന്ദ്രമായ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന ഭയം സൗദിക്കുണ്ട്. ഒമാൻ പ്രതികരിച്ചത് ഇറാനെ അമേരിക്ക ലക്ഷ്യമിടുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളിൽ ഒമാൻ ഒരു മധ്യസ്ഥന്റെ റോളിൽ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒമാൻ എന്നും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഖത്തറും അമേരിക്കയുടെ ഇടപെടലിനെ അപലപിച്ചു. അമേരിക്കയുടെ ബോംബാക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. പ്രാദേശികമായ സംഘർഷങ്ങൾക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്ക ഖത്തറിനുമുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് പുറമെ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഈ ആക്രമണങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. ക്യൂബ, ചൈന, ചിലി, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ നടപടികളെ അപലപിച്ചു. ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനൽ അമേരിക്കയുടെ നടപടിയെ അപകടകരമായ കടന്നുകയറ്റമെന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UN ചാർട്ടറിന്റെ ഗുരുതരമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും ഇത് മനുഷ്യരാശിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾക്കെതിരെ എന്നും ശബ്ദമുയർത്തിയിട്ടുള്ള രാജ്യമാണ് ക്യൂബ. ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. അധികാരമുണ്ടെന്ന് കരുതി മനുഷ്യത്വത്തിനായി ഉണ്ടാക്കിയ നിയമങ്ങളെ ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുമുണ്ടായി. അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ പ്രാധാന്യം ലോകരാജ്യങ്ങൾ പാലിക്കണമെന്ന് ചിലി ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. മെക്സിക്കോയുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയോടും ഇറാനോടും ഇസ്രയേലിനോടും നയതന്ത്രപരമായ സംഭാഷണങ്ങൾക്കും സമാധാനത്തിനും അടിയന്തര ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കി. സംഘർഷം വർദ്ധിക്കുന്നത് തടയുന്നതിൽ സംഭാഷണങ്ങൾക്കുള്ള പങ്ക് അവർ എടുത്തു പറഞ്ഞു. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും നയതന്ത്രപരമായ ഒരു പരിഹാരത്തിന് ആഹ്വാനം ചെയ്തു. സമാധാനപരമായ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകത അവർ ഊന്നിപ്പറഞ്ഞു. ഇറാൻ ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് പ്രാദേശികവും ആഗോളവുമായ തലങ്ങളിൽ വലിയ വിനാശമുണ്ടാക്കും. എണ്ണവില കുതിച്ചുയരാനും വ്യാപാര ബന്ധങ്ങൾ തകരാനും അഭയാർത്ഥി പ്രവാഹങ്ങൾ വർദ്ധിക്കാനും ഇത് കാരണമാകും. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമങ്ങൾ അത്യാവശ്യമാണ്. സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. UN, യൂറോപ്യൻ യൂണിയൻ, മറ്റ് പ്രാദേശിക സംഘടനകൾ എന്നിവയുടെ പങ്ക് ഇവിടെ നിർണായകമാണ്. സംയമനം പാലിക്കാനും പ്രകോപനപരമായ നടപടികളിൽ നിന്നും പിന്മാറാനും എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടേണ്ടതും അത്യാവശ്യമാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതൊരു അനിവാര്യതയാണ്. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും.
സംഘർഷം ഒഴിവാക്കി സമാധാനപരമായ സഹപ്രവർത്തനത്തിലേക്ക് ഈ മേഖലയെ നയിക്കാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.